അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫിത്നയാണ് സ്ത്രീകളുടെ ഫിത്ന. മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലർ റിജാലി മിനൻ നിസാ. എനിക്ക് ശേഷം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഫിത്നയേക്കാൾ അപകടകരമായ മറ്റൊരു ഫിത്നയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഏറ്റവും അപകടകരമായ ഫിത്നയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ. ആ ഫിത്നയിൽ പെട്ടുപോകാൻ നമുക്ക് പാടില്ല. ആ ഫിത്നയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത കൈക്കൊള്ളണം. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നതിനെ ആരൊക്കെ അംഗീകരിച്ചാലും ഏതൊക്കെ സന്ദർഭത്തിൽ അത് അനുവദിച്ചാലും അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യം തന്നെയാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്നത് തീയും വിറകും തമ്മിൽ ഇടകലരുന്നത് പോലെയാണ്. ഒരു അന്യ പുരുഷനും സ്ത്രീയും മൂന്നാമതായി പിശാച് ഒരുമിക്കാതെ അവർ ഒറ്റപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന്യ സ്ത്രീയും പുരുഷനും ഇടകലരുക, അവർ പരസ്പരം സ്പർശിക്കുക, ഹസ്തദാനം നൽകുക, അതൊന്നും പാടില്ല. ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. അത് ഇസ്ലാമിൻ്റെ പേര് വെച്ച് ആരൊക്കെ ചെയ്താലും ആരൊക്കെ അതിനെ അംഗീകരിച്ചാലും അത് ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദംറഅത്തിൻ ഖത്തു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈ ഒരു അന്യ സ്ത്രീയുടെ കൈയിനെയും സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി ലാ ഉസാഫിഹു നിസാ. ഞാൻ സ്ത്രീകൾക്ക് ഹസ്തദാനം കൊടുക്കുകയില്ല. സ്ത്രീകളും ഇത് ശ്രദ്ധിക്കണം. അന്യപുരുഷന്മാരെ സ്പർശിക്കുക, അവർക്ക് കൈ നീട്ടി കൊടുക്കുക ഹസ്തദാനം ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ ഹറാമായ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സ്ത്രീകളും ഈ ഫിത്നയെ കരുതിയിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഫിത്നകളിൽപ്പെട്ടതാണ് സ്ത്രീകളുടെ ഫിത്ന. അപ്പം തങ്ങളാൽ മറ്റുള്ള പുരുഷന്മാർ ഫിത്നയിലാകുന്നത് സ്ത്രീകളും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് എന്താണ് പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല വഅഖിംനസ് സ്വലാ വആതീന സകാ വഅതിഅന അല്ലാഹ വറസൂല. ഫിത്നകൾ നിറയുന്ന ഈ കാലഘട്ടങ്ങളിൽ സഹോദരിമാരോട് ആത്മാർത്ഥമായി ഉപദേശിക്കാനുള്ള അള്ളാഹുവിൻ്റെ വാചകങ്ങളാണിത്. ഇത് ഏതെങ്കിലും പള്ളിത്തെ ഉസ്താദ് ഉണ്ടാക്കിയ ഉപദേശമല്ല, ഏതെങ്കിലും ജമാഅത്ത് കമ്മിറ്റിക്കാരുണ്ടാക്കിയ ഉപദേശമല്ല. സ്ത്രീകളെ സൃഷ്ടിച്ച, സ്ത്രീകൾക്ക് അവരുടേതായ പ്രകൃതവും അവരുടേതായ വികാരങ്ങളും വിചാരങ്ങളും നൽകിയ അവരുടെ റബ്ബ് അവരുടെ നന്മക്ക് വേണ്ടി പറഞ്ഞ ഉപദേശങ്ങൾ സ്ത്രീകളെ, സഹോദരിമാരെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് കൊടുത്ത ഉപദേശമാണ്. ആ കാലഘട്ടത്തിനേക്കാൾ എത്രയോ ഫിത്നകൾ അധികരിച്ച ഈ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സ്ത്രീകളെ അപമാനിക്കുവാൻ, അവരെ കഴുക കണ്ണുകളോടെ, ലൈംഗികമായ ചുവകളോടെ നോക്കുന്ന പുരുഷന്മാർ അധികരിച്ച കാലഘട്ടങ്ങളിൽ ഈ ഉപദേശങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ട്. സ്ത്രീകളെ, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകൾ അധികരിക്കുമ്പോൾ പുരുഷന്മാരോട് വരെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൽസം ബൈതക, നീ നിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. അപ്പോൾ സ്ത്രീകൾക്ക് ആ കൽപ്പന എത്രത്തോളം അവർ പാലിക്കണം, എത്രത്തോളം അവർ മാനിക്കണം. അത്യാവശ്യത്തിനല്ലാതെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ആവശ്യത്തിനും ആ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ മനസ്സിലാക്കി, ആവശ്യവും അത്യാവശ്യവും മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലാതെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ പാടില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ ആവശ്യവും അത്യാവശ്യവും എല്ലാം പരിഗണിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇറങ്ങണം? വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. അജ്ഞാത കാലഘട്ടത്തിലെ ജാഹിലിയ്യത്തിലെ അണിഞ്ഞൊരുങ്ങൽ, അതുപോലെയുള്ള അണിഞ്ഞൊരുങ്ങൽ അവർ നടത്തുവാൻ പാടില്ല. ശരീരത്തിൻ്റെ വിടവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, ഔറത്തുകൾ ശരിയായി മറക്കാതെ, ഹിജാബ് സ്വീകരിക്കാതെ, സുഗന്ധം പൂശിക്കൊണ്ട്, പുരുഷന്മാരെ ഫിത്നയിൽ അകപ്പെടുത്തുന്ന രൂപത്തിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്കിറങ്ങാൻ പാടില്ല. അള്ളാഹു വിലക്കിയ ഹറാമായ കാര്യമാണത്. മാത്രമല്ല, ഒരു നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ എനിക്കിങ്ങനെ പറ്റൂ, ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്, അതിൽ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കും പുറത്തിറങ്ങി നടക്കണം, എനിക്ക് എൻ്റേതായ രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്നല്ല പറയേണ്ടത്. അള്ളാഹുവും റസൂലും എന്താണോ കൽപ്പിച്ചത് അത് നീ അനുസരിക്കണം. അതിന് ബാധ്യസ്ഥയായിട്ടുള്ളവളാണ് നീ ഒരു മുസ്ലിമാണെങ്കിൽ, ഒരു മുഅ്മിനാണ് എങ്കിൽ. ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ പ്രത്യേകം ഈ കാലഘട്ടങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നതല്ലാതെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ഇത്തരം നമ്മുടെ നാടുകളിൽ
പ്രചരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.